അതിരൂക്ഷമായ ആക്രമണമാണ് അയാൾ നടത്തിയത്. പിന്നെ അദ്ദേഹത്തോട് നിശബ്ദമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അൻവറിന് ഇത്തരമൊരു സാഹചര്യത്തിൽ തുടർന്ന് CPM-ആയിട്ട് ബന്ധമില്ല. ഇത് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൻവർ ഇങ്ങനെ ഒരു നിലപാടായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകട്ടെ, അത് CPM-നെ ബാധിക്കുന്നില്ല. CPM അത് അത്ര വലിയ ഗൗരവമുള്ള വിഷയമായിട്ട് കാണുന്നില്ല. CPM-ന്റെ സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ നിലപാടുമായിട്ട് മുമ്പോട്ട് പോകും. അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളൊന്നുമില്ല. കേസ് പെടുത്തിരിക്കുന്നത് ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടിനാണ്. അത് സ്വയമേവ കേസെടുത്തതല്ല, പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. പറഞ്ഞാൽ ഒരാളുടെയും നിങ്ങളും ചെയ്യാൻ പാടില്ല, ഞാനും ചെയ്യാൻ പാടില്ല. ആരെങ്കിലും ഒരു ടെലിഫോൺ സന്ദേശം ചോർത്തുക മാത്രം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക. ഇതാണല്ലോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതാരും ചെയ്യാൻ പാടില്ലാത്തതാണ്, അത് നിയമവിരുദ്ധമാണ്. അത് സംബന്ധിച്ചുള്ള പരാതി ഗവൺമെൻറ്റിൽ വന്നു. ആ പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുക്കുന്ന നടപടി സ്വീകരിച്ചത്. ഈ പരാതിക്ക് ഒരു റിട്ടേൺ ഒരു മറുപടി ഒന്നും കൊടുത്തിട്ടില്ല. അൻവറുമായിട്ട് സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പാർട്ടിയുടെ മുമ്പിലുള്ളത് പാർട്ടി പരിശോധിച്ച ഒരു നടപടിയിലേക്കൊന്നും പോയിട്ടില്ലല്ലോ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അദ്ദേഹം വന്നതിന് ശേഷമല്ലേ ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അതിനിടയിൽ അൻവർ പാർട്ടിക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ പരിശോധനയ്ക്കാണോ പിന്നെ സമയം? അപ്പോൾ ആ നിലപാടാണ് പാർട്ടി എടുത്തത്. അൻവർ എപ്പോഴും പറഞ്ഞത് മുഖ്യമന്ത്രി വാപ്പയെ പോലെയാണ് മനസ്സുകൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുടുംബത്തിൽ കലഹം ഉണ്ടാകാൻ കാരണം ആശയപരമാണോ ആമാശയപരമാണോ? അത് നിങ്ങൾ തീരുമാനിക്കും. അൻവർ ബാപ്പയെ പോലെയാണെങ്കിൽ ഒരു കുടുംബത്തിൽ പല പ്രയാസം ഉണ്ടാവും. അപ്പം ബാപ്പേനെ ആരെയും കുത്തിക്കൊല്ലല്ലോ, അച്ഛനെ കുത്തിക്കൊല്ലു ആരെങ്കിലും ഒരു കുടുംബ വഴക്കുണ്ടായ. അതാണ് ഇതിൻ്റെ പ്രശ്നം. അത് നിങ്ങൾ അൻവറോട് ചോദിച്ചാൽ മതി.